2026 കേരള അസംബ്ലി ഇലക്ഷൻ 102 സീറ്റുമായി UDF അധികാരം പിടിക്കുന്നു. രാഷ്ട്രീയ ചരിത്രത്തിലെ LDFനേറ്റ ഏറ്റവും വലിയ തോൽവി, BJPയുടെ മുന്നേറ്റം. ഇങ്ങനെ ഒട്ടനവധി സവിശേഷതകളുണ്ട് ഈ ഒരു ഇലക്ഷന്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണം മടുത്തിട്ടാണോ കേരള ജനത ഐക്യജനാധിപത്യ മുന്നണിയെ വിജയിപ്പിച്ചത്? ആയിരിക്കാം. കാരണങ്ങൾ വിരൽ ചൂണ്ടുന്നത് അതിലേക്കാണ്. ഇടതുപക്ഷത്തിന്റെ തോൽവിക്കു പിന്നിലെ പ്രധാന കാരണം ജനങ്ങളുടെ ഭരണവിരുദ്ധ നിലപാടാണ്. കേരള ജനത ഒറ്റക്കെട്ടായി കടക്കുപുറത്ത് എന്ന് വിളിച്ചു പറഞ്ഞു. പിണറായി സഖാവിന്റെ ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റവും മന്ത്രിപദത്തിലിരിക്കുന്നവർക്ക് നേരെയുള്ള അഴിമതി ആരോപണവും ഭരണവിരുദ്ധ നിലപാടിന്റെ മുഖ്യ കാരണങ്ങളാണ്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദം, കണ്ണൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിൽ സർക്കാരിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയാതെ വന്നതുമെല്ലാമാണ് തോൽവിയുടെ മറ്റു കാരണങ്ങൾ. ഇവയൊക്കെ തന്നെ UDF ആയുധമാക്കി മാറ്റുകയും ചെയ്തു. ഇതിന് ഉദാഹരണമാണ് ചെങ്കോട്ടകളിലുണ്ടായ തോൽവിയും. ശക്തമായ കെട്ടുറപ്പോടെ പ്രവർത്തിച്ച UDF തുടക്കം മുതൽക്കേ ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു. ജനതയെ കയ്യിലെടുക്കാൻ നിരവധി വാഗ്ദാനങ്ങളും നൽകി. ഭരണവിരുദ്ധതയ്ക്ക് കാരണമായ ഓരോ സംഭവങ്ങളും UDF ആളിക്കത്തിച്ചു. ഇവയൊക്കെ UDFന്റെ വിജയത്തിന് വഴിതെളിച്ചു. കഴിഞ്ഞ 10 വർഷം ഭരിച്ച ഇടതുപക്ഷത്തെ താഴെ ഇറക്കിയതിനു പിന്നിൽ പുതിയൊരു ഗവൺമെന്റ് വേണമെന്ന ആഗ്രഹമായിരുന്നു. അതിന്റെ തെളിവായിരുന്നു BJPയുടെ മുന്നേറ്റവും. 3 സീറ്റുകളിലെ BJPയുടെ മുന്നേറ്റം തള്ളിക്കളയാനാവില്ല. നിരന്തരമായ പ്രയത്നത്തിന്റെ ഭാഗമായാണ് അവരുടെ വിജയവും. കേരളം മൂന്നാമതൊരു രാഷ്ട്രീയ കക്ഷിയുടെ ആവശ്യകത മനസ്സിലാക്കിയതിന്റെ ഫലമാണ് ഈ വിജയങ്ങൾ. 2-ൽ നിന്ന് ഇന്ത്യ ഭരിച്ചതുപോലെ 3-ൽ നിന്ന് BJP കേരളം പിടിക്കുമോ? ഈ ചോദ്യത്തിന് ഉത്തരം വിദൂരമല്ല. 3 മണ്ഡലങ്ങളിൽ വിജയിച്ചതും 6ഓളം മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തെത്തിയതും മറ്റിടങ്ങളിൽ വോട്ട് വീതം കൂടിയതുമെല്ലാം BJPയുടെ വളർച്ചയുടെ ഫലമാണ്. ഇത് BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു മുതൽക്കൂട്ടാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റം പണ്ട് മുതൽക്കേ നിലനിൽക്കുന്നതാണ്. എന്നാൽ ഇടതും വലതും മാത്രം ഭരിക്കുന്ന കേരളത്തിൽ ഇനിയൊരു പുതിയ സർക്കാർ ഉണ്ടാകുമോ? അതോ UDF ഭരണം നിലനിർത്തുമോ? ഇടതുപക്ഷം തിരിച്ചുപിടിക്കുമോ? ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഒരുപാടാണ്. വരുന്ന 5 വർഷത്തിലെ ഭരണം പോലെയിരിക്കും മാറ്റങ്ങൾ. അഴിമതിയില്ലാത്ത ഭരണം കാഴ്ചവെക്കണം. ജനഹിതമനുസരിച്ച് പ്രവർത്തിക്കണം. കടമകൾ ഒരുപാടുണ്ട് സതീശൻ നയിക്കുന്ന സർക്കാരിന്. കാത്തിരിക്കാം മറ്റൊരു 5 വർഷം കൂടി. കണ്ടു തന്നെ അറിയണം എന്ത് സംഭവിക്കുമെന്ന്.